നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. ക്ലീൻ സ്വീപ്പ്, അതായത് പൂർണ്ണമായി തൂത്തു തുടച്ച് എടുക്കും. അങ്ങനെ പറഞ്ഞ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ജില്ലകളിൽ ഒന്നാണ് പത്തനംതിട്ട ജില്ല. അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞുപോയ ജില്ലകളിൽ ഒന്ന് പത്തനംതിട്ടയാണ്. ആ പത്തനംതിട്ട ജില്ലയിൽ ഇടുക്കിയോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ ഒരു സ്വീപ്പ് ഉണ്ടാവും. കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളിൽ അത് 5ഉം അതായത് വിജയിച്ച് മാറിയ ഒരു പാർട്ടി തന്നെയാണ്, അല്ലെങ്കിൽ മുന്നണിയാണ് LDF. പത്തനംതിട്ട ജില്ല പൊതുവെ നമ്മൾ കരുതുന്നത് അവിടെ ഒരു UDFന്റെ ശക്തി കേന്ദ്രം എന്നൊക്കെ കരുതുന്ന ആ ജില്ലയിലാണ് എല്ലാ മണ്ഡലങ്ങളിലും LDF ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് വിജയിച്ച് കയറിയത്. അതിലെടുത്തു പറയേണ്ട ഒന്ന് ആറന്മുള എന്ന് പറയുന്ന മണ്ഡലം തന്നെയാണ്. ആറന്മുള മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രതിനിധീകരിക്കുന്നത് വീണ ജോർജ് ആണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ നിലവിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ്. അതോടൊപ്പം തന്നെ MLA ആണ്. അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ ശക്തമായ ഇടപെടൽ നടത്തിയ ഒരു നേതാവ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു MLA തന്നെയാണ്, ഒരു മന്ത്രി തന്നെയാണ് വീണ ജോർജ് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. എന്നാൽ കഴിഞ്ഞ ഈ കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ 5 വർഷത്തെ നിയമസഭാ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് പ്രതിപക്ഷ നിരയിൽ നിന്ന് കൊണ്ടും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളാലും ഏറ്റവും കൂടുതൽ അധിക്ഷേപം കേൾക്കേണ്ടി വന്നിട്ടുള്ള നേതാവ് ആരാണ്, അല്ലെങ്കിൽ മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയേ ഉള്ളൂ, അത് വീണ ജോർജ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ട് വീണ ജോർജിനെ ആക്രമിക്കുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കിടക്കുന്നത്. അത് നമ്മൾ ഇതിനു മുൻപ് തന്നെ വിശദീകരിച്ച് കഴിഞ്ഞതുമാണ്. ആരോഗ്യമന്ത്രിയായിരിക്കുന്ന വീണ ജോർജിനെയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുടക്കം മുതൽ തന്നെയാണ്. നമുക്ക് അറിയാവുന്നതുപോലെ ഈ കേരളത്തിലെ UDFന് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഏറ്റവും പ്രധാനമായി ഫണ്ട് ചെയ്യുന്നവർ ഇവിടുത്തെ സ്വകാര്യ മേഖലയിലെ ആശുപത്രി മുതലാളിമാരും അതോടൊപ്പം തന്നെ ലബോറട്ടറി ആൾക്കാരും ഒക്കെ ചേർന്ന് ഏകദേശം 100-ലധികം കോടി രൂപയാണ് ഈ കോൺഗ്രസിനായി ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം വഴി കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ പണം വാങ്ങിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ തന്നെയും കോൺഗ്രസ് പാർട്ടിക്ക് വന്നിരിക്കുന്നത് ഫാർമ കമ്പനികളുടെയും വലിയ കുത്തക ആശുപത്രികളുടെയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെടുത്തിരിക്കുന്ന ഒരു അജണ്ട എന്താണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം വളരെ പരിതാപകരമാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുക, അതായത് പൊതുജനത്തെ അറിയിക്കുക. എന്നിട്ട് അവരെയെല്ലാം ഈ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിക്കുക അല്ലെങ്കിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരെടുത്തിരിക്കുന്ന ഒരു ഹിഡൻ അജണ്ട. ഇതിന്റെ ഭാഗമായിട്ട് വീണ ജോർജിനെ തരം കിട്ടുമ്പോഴൊക്കെ എന്താ പറയുക, ആക്ഷേപം പറയുന്നതിനും വീണ ജോർജ് ഒരു വില കുറഞ്ഞ മന്ത്രിയാണെന്നും ആ വീണ ജോർജിനെ കൊണ്ട് ആരോഗ്യവകുപ്പ് നോക്കി നടത്താൻ കെൽപ്പില്ലാത്ത ഒരാളാണ് എന്ന് അടക്കം ഉള്ള വ്യാപകമായ ഒരു പ്രചരണം UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ഇവിടെ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ആറന്മുളയിൽ ഇടതുപക്ഷത്തിന് ഏകദേശം 46 മുതൽ 48% വരെ വോട്ടിന് ബേസ് ഉള്ള ഒരു മണ്ഡലമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ഇത്രയും വോട്ടുകൾ ഇതിനകത്ത് നിഷ്പക്ഷ വോട്ടുകളുണ്ട്, ഒരു ഇടത് വോട്ടുകൾ എന്നുള്ള നിലയിലാണ് ഏകദേശം ഒരു 46% നമുക്ക് പരമാവധി വയ്ക്കാം, 48 എന്നുള്ള വിട്ടേക്കാം. അപ്പോൾ അത്രയും വോട്ടുകൾ നേടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. തന്നെയല്ല, ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPMന്റെ കണക്കുകൾ പ്രകാരം വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി ഏകദേശം 7000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിക്കും എന്ന് തന്നെ ആണ്. അതായത് വലിയ പ്രഖ്യാപനമോ അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയോ ഒന്നുമില്ല, 7000 വോട്ടുകൾ പരമാവധി കിട്ടാൻ സാധ്യതയുള്ളത്. എന്നാൽ ഒരു വോട്ടിനെങ്കിലും വീണ ജോർജിന് വിജയ സാധ്യതയുണ്ട് എന്നാണ് കരുതുന്നത്. എന്നാൽ അബിൻ വർക്കി എന്ന് പറയുന്ന ഒരു നേതാവിനെ കൊണ്ട് ഇറക്കുമ്പോൾ അവിടെ ഒരു യുവാക്കളുടെ വോട്ടുകൾ ക്രോഡീകരിക്കപ്പെടും എന്നുള്ള ചിന്ത ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കുക. പക്ഷേ ഈ അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മികച്ച ഒരു കാൻഡിഡേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ അംഗീകരിക്കപ്പെടാൻ കഴിയുമായിരിക്കും. പക്ഷേ ഒരു പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം അബിൻ വർക്കി എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ ഒരു നേതാവായിട്ട് തന്നെയാണ് പലപ്പോഴും തോന്നുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ട് വരുന്ന ആരോപണങ്ങൾ പലതും ഒരിക്കൽ പോലും പൊതുജന മധ്യത്തിൽ നിലനിൽക്കാത്തതാണ് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. നമുക്കറിയാം, പലപ്പോഴും പലരും, അതായത് UDFനുള്ളിൽ തന്നെയുള്ള പലരും ഉയർത്തിക്കൊണ്ടുവരുന്ന വാദഗതികളെല്ലാം അങ്ങനെ തന്നെയാണ്.
അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. എന്നാൽ തന്നെയും അങ്ങനെ തന്നെയാണ് നമുക്കറിയാം. അതിൽ പെട്ടുന്ന ഒരാൾ തന്നെയാണ് അബിൻ വർക്കി എന്ന് പറയുന്ന നേതാവ്. പിന്നെ അബിൻ വർക്കിക്ക് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു നേതാവിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ പല അവസരങ്ങളും അബിൻ വർക്കിയെ പോലുള്ള നേതാവിനെ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഈ അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം ആറന്മുളയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിനെതിരായി പ്രാദേശികമായ ഒരു വികാരം കൂടി ഉണ്ടായിരുന്നു. എന്താണ് എന്ന് വെച്ചാൽ, മറ്റൊരു സ്വന്തം മണ്ഡലത്തിലുള്ള കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ പരിഗണിക്കാതെ പകരം പുറത്തു നിന്ന് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർത്തുന്നതിനെതിരായിട്ടും പ്രാദേശികമായി ശക്തമായി എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൻ്റെതായ ഒരു പ്രചരണ പരിപാടികളൊക്കെ അവിടെ നടത്തുകയും ചെയ്തു. അതിലൂടെ എന്തെങ്കിലും മെച്ചമുണ്ടാകുമെന്ന് ഒരു പക്ഷേ കരുതിയിട്ടാകാം. എന്നാൽ തന്നെയും ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 4000 മുതൽ ഒരു 6000 വോട്ടിന്റെ വരെയെങ്കിലും ഭൂരിപക്ഷം വീണ ജോർജിന് ലഭിക്കാനുള്ള സാധ്യതകളാണ് അക്ഷരാർത്ഥത്തിൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു മികച്ച മന്ത്രി എന്നുള്ള നിലയിൽ തന്നെയാണ് വീണ ജോർജിനെ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇടതുപക്ഷം ഭരിച്ചാൽ ആറന്മുളക്കാർക്ക് വീണ്ടും ഒരു മന്ത്രി അവിടെ നിന്നുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മറ്റൊരു മണ്ഡലം റാന്നിയാണ്. റാന്നിയെ സംബന്ധിച്ചിടത്തോളം മാണി ഗ്രൂപ്പിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഇടതുപക്ഷം മാണി ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഏകദേശം ഇടതുപക്ഷത്തിന് 41 മുതൽ 43% വരെ ഒരു ബേസ് ഉള്ള ഒരു മണ്ഡലം തന്നെയാണ് എന്ന് പറയാം. അവിടെ റാന്നിയിൽ മത്സരിക്കുന്ന പഴകുളം മധു എന്ന് പറയുന്ന നേതാവാണ്. പഴകുളം മധുവിനെ സംബന്ധിച്ചിടത്തോളം പഴകുളം മധു അത്രത്തോളം ശ്രദ്ധ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ അത്രത്തോളം വലിയ പ്രാധാന്യം ലഭിക്കാതെ പോയ അല്ലെങ്കിൽ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു നേതാവ് തന്നെയാണ്. അടൂരെ അല്ലെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്കുള്ളിൽ ഒരു വലിയ വിഘടനം ഉണ്ടാക്കി തീർത്ത ഒരു നേതാവ് കൂടിയാണ് ഈ പഴകുളം മധു. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരായിട്ടും അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ പ്രമോദ് നാരായണനെ സംബന്ധിച്ചിടത്തോളം നിരവധി വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. നിരവധി എന്ന് വെച്ചാൽ അവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ അവിടെ ചിറ്റാർ വടശ്ശേരിക്കര ഒരു സോളാർ ഫെൻസിങ് അവിടുത്തെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്മാൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് അവിടെ റാന്നി പെരിനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ കഴിഞ്ഞു. അങ്ങനെ റാന്നി എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ വികസനവുമായി സിറ്റിംഗ് MLA കൂടിയാണ് അദ്ദേഹം. അപ്പം ആ മണ്ഡലത്തിന്റെ നിരവധിയായ വികസന പ്രവർത്തനങ്ങളിൽ തൻ്റെതായ ഒരു ഇടപെടൽ നടത്തി അവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ പുനർനിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കാനും കോർഡിനേറ്റ് ചെയ്യാനും കഴിഞ്ഞ ഒരു നേതാവ് എന്നുള്ള ഒരു പ്രസക്തി എപ്പോഴും പ്രമോദ് നാരായണൻ എന്ന് പറയുന്ന ആ യുവ നേതാവിന് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഈ റാന്നി മണ്ഡലം പ്രമോദ് നാരായണൻ എന്ന് പറയുന്ന മാണി ഗ്രൂപ്പിലെ പിന്നെ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചു കൊടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ വലിയ ഭൂരിപക്ഷം ഒന്നും പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല. കാരണം ശക്തമായ ഒരു മത്സരം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏകദേശം പിന്നെ നമുക്കറിയാവുന്ന പോലെ ആ മണ്ഡലം ഒരുപക്ഷെ റാന്നി എന്ന് പറയുന്ന മണ്ഡലം 96 മുതൽ 2016 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ CPM-ന്റെ കയ്യിൽ തന്നെ ശക്തമായി സേഫായി ഇരുന്ന ഒന്നുകൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ പിന്നെ കുറച്ചധികം വോട്ടുകൾ പിടിച്ചു മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ കുമ്മനം രാജശേഖരൻ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ വോട്ടുകളാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയും അവിടുത്തെ ഒരു ജയപരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടും എന്നുള്ളതാണ്. അവിടെ കുമ്മനം രാജശേഖരൻ അവിടെ വിജയിക്കുക എന്ന് പറയുന്ന ഒരു സാധ്യത കുറവാണ്. പക്ഷേ കുമ്മനം രാജശേഖരൻ 2ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അത് ആരുടെ വോട്ടുകൾ നേടിക്കൊണ്ടാണ് എന്നുള്ള കാര്യവും നമ്മളവിടെ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് എന്നുള്ളത് വസ്തുതയാണ്. പിന്നീട് നമുക്കറിയാവുന്ന പോലെ അടൂരാണ്. അടൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ ഒരു ഇടത് കോട്ട എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. നമുക്കറിയാം ചിറ്റയം ഗോപകുമാർ ഒക്കെ അവിടെ ഇരുന്നാണെങ്കിൽ തന്നെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അടൂർ മണ്ഡലത്തിൽ നിന്ന് മാത്രം ഏകദേശം 30 മുതൽ 35% വരെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭിച്ചിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിലവിലത്തെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് ഏകദേശം 45 മുതൽ 47 വരെ ശതമാനം വോട്ടുകൾ അവിടെ ഇടതിന് സ്വന്തമായി അവകാശപ്പെടാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത്തവണ പ്രജി കണ്ണൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് CPI അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സംവരണ മണ്ഡലമായി വരുന്ന ഒന്നാണ്. അപ്പോൾ അവിടെ മത്സരിക്കുന്നു. പിന്നെ തന്നെയുമല്ല അടൂരുമായി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബാബു ദിവാകരൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവ് വലിയ വിഷയമൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്ന് അദ്ദേഹം പിന്നീട് 2020 സ്ഥാനാർത്ഥിയായി മാറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. അതായത് അവിടെ കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമായ ഒരു എതിരഭിപ്രായം ശാന്തകുമാറിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ കരച്ചിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അടൂർ എന്ന് പറയുന്ന മണ്ഡലവും ഇത്തവണ
ഇവിടേക്ക്, അതായത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാനും നമുക്ക് ഇടതുപക്ഷത്തിന് എണ്ണാൻ കഴിയുന്ന മണ്ഡലങ്ങളിലൊന്നായി അടൂർ മാറുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് മറ്റൊന്ന് ഇത്തവണ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ 41 മുതൽ 43% വരെ നേട്ടമുള്ള കോന്നി മണ്ഡലം. പക്ഷെ കോന്നി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അത് അല്പസ്വല്പം ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ജനീഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ അവിടെ നിന്ന് 2019 നടന്ന ബൈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി മാറുകയും പിന്നീട് അവിടെ നിന്ന് ജനീഷ് കുമാർ കോന്നി പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു UDF, അതായത് 96 മുതൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അടൂർ പ്രകാശിന്റെ മണ്ഡലം എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം തന്നെയാണ് കോന്നി. അപ്പോൾ അതുകൊണ്ട് UDFന് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. എന്നിരുന്നാൽ തന്നെയും അവിടെ പിന്നെ ജനീഷ് കുമാറിന് ഇത്തവണ വിജയിച്ച് കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസകരമായ കാര്യമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ കോന്നി UDFന് എണ്ണാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് പോകേണ്ടത് തിരുവല്ല എന്ന് പറയുന്ന മണ്ഡലത്തിലേക്കാണ്. തിരുവല്ല മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ മാത്യു ടി തോമസിന്റെ ഒരു അപ്രമാദിത്യം ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. 2006 മുതൽ തന്നെ മാത്യു ടി തോമസ് തന്നെയാണ്. എന്നാൽ ഇത്തവണ മാത്യു ടി തോമസിനെതിരായ ഒരു വികാരം അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ അനൂപ് ആന്റണി അവിടെ മത്സരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് 3 സഭക്കാരെന്ന് ഒരേ സഭയിൽപ്പെട്ട 3 പേരാണ് അവിടെ മത്സരിക്കുന്നത്. ഓർത്തഡോക്സ്, മാർത്തോമ തുടങ്ങിയ സഭകൾക്കാണ് അവിടെ ഒരു വലിയ പ്രാധാന്യം. ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ മാത്യു ടി തോമസ് ആണെങ്കിലും അവിടെ മത്സരിക്കുന്ന വർഗീസ് മാമൻ ആണെങ്കിലും ഇവർ രണ്ടുപേർക്കും ഈ പറയുന്ന സഭകളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം അനൂപ് ആന്റണി കൂടി എത്തുമ്പോൾ എന്താണ് കാരണം എന്ന് വെച്ചാൽ അനൂപ് ആന്റണിക്ക് വേണ്ടി ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തിരുവല്ലയിൽ പ്രചരണ രംഗം കൊഴിപ്പിക്കാനായി എത്തിയത്. അതേ അനൂപ് ആന്റണിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവിടെ പ്രചരണ രംഗം കൊഴിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്യു ടി തോമസിനെതിരായ ഒരു വികാരമുണ്ട്. അദ്ദേഹത്തെ പലപ്പോഴും അവിടെ കാണാനില്ല തുടങ്ങിയ പരാതികളും അവിടുത്തെ ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ തിരുവല്ല മണ്ഡലം ഇത്തവണ UDFിലേക്കോ അതല്ലെങ്കിൽ അനൂപ് ആന്റണിയിലേക്കോ പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തുറന്നു കാണുന്നത്. അപ്പം പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ജില്ലയിൽ ഇത്തവണ ഒരു ക്ലീൻ സ്വീപ്പ് എന്ന് VD സതീശൻ അവകാശപ്പെട്ടതുപോലെ ഒരു സ്വീപ്പ് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പകരം ഒരു 3-2 എന്ന് പറയുന്ന ഒരു കണക്ക്, അതായത് 3 സീറ്റ് LDFനും 2 സീറ്റ് UDFനും എന്നുള്ള നിലയിൽ 2 സീറ്റ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. തിരുവല്ല സീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോഴും അതിശക്തമായ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ത്രികോണ മത്സരമായിരുന്നു തിരുവല്ലയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2-3 എന്ന് കണക്ക് പറയാൻ കഴിയില്ല. 1-1-3 എന്ന് പറയുന്ന ഒരു കണക്കിലായിരിക്കും മിക്കപ്പോഴും പത്തനംതിട്ട മണ്ഡലം നമുക്ക് പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതോടുകൂടി ഏറെക്കുറെ 19 സീറ്റോളം തെക്ക് നിന്നുള്ള 3 ജില്ലകളിൽ നിന്നായി ഇടതുപക്ഷത്തിന് 19 സീറ്റാണ് ലഭിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.